അല്ല, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിയന്ത്രിക്കപ്പെടണം എന്ന് തന്നെയാണ് സർക്കാരിന്റെ കാഴ്ചപ്പാട്. അത് സംബന്ധിച്ച് വന്നിട്ടുള്ള ബില്ല് അതേപോലെ തന്നെ അംഗീകരിക്കുമെന്നല്ല, പൊതുജനങ്ങളുടെ അഭിപ്രായം കൂടി തേടണം എന്ന പൊതു കാഴ്ചപ്പാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അഫിഡാവിറ്റിന്റെ വിശദവിവരങ്ങൾ എന്റെ മുൻപിലില്ല. പക്ഷേ മുഖ്യമന്ത്രി തന്നെ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കിയിരുന്നു ഇത്തരം കാര്യങ്ങൾ നമുക്ക് സമഗ്രമായ ഒരു നിയമനിർമ്മാണം ആവശ്യമാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു. അല്ലെങ്കിൽ മറ്റ് നടപടികൾ സംവിധാനങ്ങൾ വേണം. അതിന് എല്ലാ വിഭാഗം ആളുകളുടെ അഭിപ്രായങ്ങൾ കൂടി തേടണം എന്നാണ് കണ്ടിട്ടുള്ളത്. അതിപ്പോൾ വന്നിട്ടുള്ളതിന്റെ സത്യവാങ്മൂലത്തിൽ വിശദാംശങ്ങൾ കണ്ടിട്ടില്ല. എന്നാൽ സർക്കാർ സ്വീകരിച്ചിട്ടുള്ള കാഴ്ചപ്പാട് ഇതിനെ നിയന്ത്രിക്കാൻ ആവശ്യമായ ശക്തമായ സംവിധാനങ്ങൾ ഉണ്ടാകണം എന്ന് തന്നെയാണ്. ഇല്ല, അതിപ്പോ കെ.ടി. തോമസ് കമ്മീഷൻ ശുപാർശകൾ ഒത്തിരി കരട് ബില്ലുകളുണ്ട്. നിയമപരിഷ്കരണ കമ്മീഷനാണല്ലോ. അത് നമ്മുടെ വകുപ്പിന് കിട്ടിയാൽ അതാത് വകുപ്പുകൾക്ക് അയച്ചു കൊടുക്കും. അത് സംബന്ധിച്ച് വിശദമായ പരിശോധനകൾക്ക് ശേഷം ചിലപ്പോൾ അത് എടുക്കും, അല്ലെങ്കിൽ മാറ്റങ്ങൾക്ക് എടുക്കും. മാറ്റങ്ങളോട് എടുക്കും. ഇപ്പോൾ ചർച്ച ബില്ല്, ഒത്തിരിയേറെ ബില്ലുകളുണ്ടല്ലോ, നിരവധി ബില്ലുകളുടെ കരട് അവർ നൽകിയിട്ടുണ്ട്. അതെല്ലാം ഒരു പ്രോസസ്സിലാണ്. ഇവ സംബന്ധിച്ചും ശക്തമായിട്ടുള്ള സംവിധാനം ഉണ്ടാകണം എന്ന് തന്നെയാണ് സർക്കാർ കണ്ടിട്ടുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു സമീപനമില്ല. ആ ബില്ല് ആസിറ്റീസ് എടുക്കില്ലാമായിരിക്കും. ചിലപ്പോൾ അത് ഒരു വിപുലമായ ചർച്ചയ്ക്ക് ശേഷമേ കഴിയുള്ളൂ. അതിന് പൊതുജനങ്ങളുടെ കൂടെ അഭിപ്രായം തേടണം എന്നുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അതെ, അതിന് സമഗ്രമായ പരിശോധന വേണം, പബ്ലിക് ഒപ്പീനിയൻ കൂടി തേടണം എന്നുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി തന്നെ ഒരു ഘട്ടത്തിൽ നൽകിയിരുന്നു. അതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് കണ്ടിട്ടുള്ളത്.